ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ് ഹലാൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഇന്നത്തെ വീഡിയോ. ഒരുപാട് പേർക്ക് എങ്ങനെ ഹലാലായ രീതിയിൽ അല്ലെങ്കിൽ ശരിയാ കംപ്ലൈൻ്റ് ആയിട്ട് എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ എന്തൊക്കെ ഓപ്ഷൻസ് നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ക്ലാരിറ്റി തരുന്ന ഒരു വീഡിയോ ആണിത്. നമ്മുടെ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അറിവുകളും നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ ചേർക്കുക. അങ്ങനെ ആകുമ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ല അറിവ് കിട്ടും. അതുവഴി നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റും. വീഡിയോ ഇതേപോലെ തന്നെ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ് ചെയ്യുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. എല്ലാവർക്കും മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ വീഡിയോയുടെ അജണ്ട നോക്കാം. ഈ വീഡിയോ കഴിയുന്നതോടുകൂടി നമ്മൾ 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കും. അതിൽ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് എന്താണ് ഹലാൽ ഇൻവെസ്റ്റ്മെൻറ്റ്. രണ്ടാമത്തെ കാര്യം ഇൻട്രാഡേ ട്രേഡിംഗ് ഹലാലാണോ. മൂന്നാമത് സ്വിംഗ് ട്രേഡിംഗ് ഹലാലാണോ. നാലാമത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ഹലാലാണോ. അഞ്ചാമത് ഹലാലായിട്ട് ഉള്ള രീതിയിൽ ശരിയ കംപ്ലൈൻസ് ആയിട്ട് വരുന്ന മ്യൂച്വൽ ഫണ്ടുകൾ ETF ഏതൊക്കെയാണ്. ആറാമതായിട്ട് എങ്ങനെ നമുക്ക് ഹലാലായ രീതിയിലുള്ള സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാം. ഏഴാമതായിട്ട് സക്കാത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കിതിൽ ഈ 7 കാര്യങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് കാര്യം എന്താണ് ഹലാൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ശരിയാ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇസ്ലാമിക് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ അതിന് നമ്മൾ ശരിയാ കംപ്ലൈൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നു. പ്രധാനപ്പെട്ടിട്ടുള്ള 3 കാര്യങ്ങളാണ് നമുക്കിതിൽ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ റിബ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഉസൂരി എന്ന് പറയും. ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് ഹലാലല്ല. എക്സാമ്പിൾ പറഞ്ഞാൽ ബാങ്കിൽ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ട് ഇൻട്രസ്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ അത് ഹലാലല്ല എന്നർത്ഥം, അല്ലെങ്കിൽ ശരിയാ കംപ്ലൈൻ്റ് അല്ല എന്നർത്ഥം. ഇൻട്രസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ ഏത് ബിസിനസ് ആണെങ്കിലും അത് ശരിയാ കംപ്ലൈൻ്റ് അല്ല. ഇനി രണ്ടാമത് വരുന്നത് ഏത് ഇൻഡസ്ട്രിയിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ആൽക്കഹോൾ ബിസിനസ് നടത്തുന്ന കമ്പനിയിലാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഗാംബ്ലിംഗ് നടത്തുന്ന കമ്പനിയിലാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഹലാലല്ല എന്നുള്ളതാണ് രണ്ടാമത് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഹറാം ഇൻഡസ്ട്രീസ് നോക്കുക. മൂന്നാമതായിട്ട് എക്സസീവ് അൺസർട്ടനിറ്റി ഉണ്ടായിരിക്കും. അതായത് നമുക്ക് അതിൻ്റെ ഫ്യൂച്ചറോ അത് എവിടെ വരെ പോകും അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കും എന്നൊന്നും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് ധാരണ ഇല്ലാത്ത രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ചുരുക്കം പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള വീട് അല്ലെങ്കിൽ സ്പെക്കുലേറ്റീവ് ബിസിനസ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഗാംബ്ലിംഗ് എന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള രീതികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഹലാലല്ല എന്നുള്ളതാണ്. അതായത് ഇസ്ലാമിക് പ്രിൻസിപ്പിൾസിന് എഗെയിൻസ്റ്റ് ആണ്. ഈ 3 കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇനി നമ്മൾ 3 രീതിയിലുള്ള ട്രേഡിങ് ആളുകൾ ചെയ്യാറുണ്ട്. ഇൻട്രാഡേ ട്രേഡിങ്, സ്വിംഗ് ട്രേഡ്, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, F&O ട്രേഡ്. ഈ 3 ട്രേഡിങ്ങിനും ഇസ്ലാമിക് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ശരിയ ബോർഡ് എങ്ങനെയാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയെ അല്ലെങ്കിൽ ഈ ബിസിനസ് രീതിയെ എങ്ങനെയാണ് കാണുന്നത് നോക്കാം. അതിൽ ആദ്യത്തേത് ഇൻട്രാഡേ ട്രേഡിംഗ്. ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത് പ്യുവറായിട്ടും ഒരു സ്പെക്കുലേറ്റീവ് ബിസിനസ് ആണ്. അതായത് 10 മണിക്ക് നമ്മളൊരു മൂവ്മെൻറ്റ് പ്രഡിക്റ്റ് ചെയ്യുന്നു, ഒരു ഇൻട്രാഡേ ട്രേഡ് എടുക്കുന്നു, 3 മണിയാകുമ്പോഴേക്കിനും അല്ലെങ്കിൽ 3-3:30 ആകുമ്പോഴേക്കിനും ആ ട്രേഡ് നമ്മുടെ കയ്യിൽ നിന്ന് വിടുന്നു. അതായത് റിയൽ ആയിട്ട് ഒരു അസറ്റിനെ നമ്മൾ ഓൺ ചെയ്യുന്നില്ല. നമ്മൾ അതിൻ്റെ മൂവ്മെൻറ്റ്, പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് മുകളിലോട്ടാണോ താഴോട്ടാണോ എന്നുള്ളത് നമ്മളൊരു സ്പെക്കുലേഷൻ നടത്തുന്നു. നമുക്ക് പോലും അതിൽ ഷ്യൂരിറ്റി ഇല്ല. അതാണ് അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. ഖുർആനിലെ അത് 5-ാമത്തെ സൂറത്ത് 90-ാമത്തെ ആയത്തിൽ പറയുന്ന കാര്യത്തിൻ്റെ ട്രാൻസ്ലേഷനാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഓ യു ബിലീവ് ഇൻടോക്സിക്കൻ ഓർ ഗാംബ്ലിംഗ്, അതാണ് മൈസിർ എന്ന് പറയുന്നത്. ഇഡ്യോൾസ് ആൻഡ് ഡിവൈനിങ് ആരോസ് ആർ അബോമിനേഷൻസ് ഓഫ് ഷെയ്ത്താൻസ് വർക്ക്, സോ യു അവോയ്ഡ് ദം സോ ദാറ്റ് യു മേ സക്സീഡ്. ഇത് ഖുറാനുള്ള സെന്റൻസിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. അപ്പോൾ ഇതിൽ പറയുന്ന വേർഡാണ് ഗാംബ്ലിംഗ് അല്ലെങ്കിൽ മൈസിർ. നമുക്ക് അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന രീതികളിലുള്ള ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഈ കേസിൽ ഇൻട്രാഡേ ട്രേഡിംഗ് ഹലാലല്ല എന്നുള്ളതാണ് പലതരത്തിലുള്ള ശരിയ ബോർഡുകളും അവരുടെ സ്കോളേഴ്സുകളും പറഞ്ഞിട്ടുള്ള അറിവ് അനുസരിച്ചിട്ടുള്ളത്. ഓഫ് കോഴ്സ് ഇതിലൊക്കെ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളും പല ബോർഡുകൾക്ക് ഇടയ്ക്ക് ഉണ്ടാവാം. പക്ഷെ ഖുർആനിലെ സെൻറ്റൻസിൽ നിന്ന് പല സ്കോളേഴ്സും ഇൻ്റർപ്രിറ്റ് ചെയ്യുന്ന ഈ ഒരു വേർഡാണ് ഗാംബ്ലിംഗ് അല്ലെങ്കിൽ മൈസിർ. ആ വേർഡിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻട്രാഡേ ട്രേഡിങ് ശരിയ കംപ്ലൈൻസ് അല്ല എന്ന് പറയുന്നത്. ഇനി അടുത്തത് സ്വിംഗ് ട്രേഡ്.
സ്വിംഗ് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു സ്റ്റോക്ക് ഒരു ഷെയർ നമ്മൾ വാങ്ങിക്കുന്നു, നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നമ്മൾ സൂക്ഷിക്കുന്നു, അതിൻ്റെ ഡെലിവറി അത് ആഴ്ചകളോളം അല്ലെങ്കിൽ മാസങ്ങളോളം നമ്മളത് ഹോൾഡ് ചെയ്യുന്നു, നമ്മളൊരു പ്രോഫിറ്റ് എത്തുന്ന സമയത്ത് നമ്മളത് വിൽക്കുന്നു. ഇവിടെ നമ്മൾ റിയൽ അസറ്റിനെ ഓൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് സ്വിംഗ് ട്രേഡ് ശരിയാ കംപ്ലൈൻ്റ് ആണ്. ഇനി എല്ലാ സ്വിംഗ് ട്രേഡും ശരിയാ കംപ്ലൈൻ്റ് ആണോ? അല്ല എന്നുള്ളതാണ് ഉത്തരം. എന്തൊക്കെ കണ്ടീഷൻസ് നമ്മൾ ഫോളോ ചെയ്യണം? 3 പ്രധാനപ്പെട്ട കണ്ടീഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്, നമ്മൾ എടുക്കുന്ന സ്റ്റോക്ക് ഒരു ഹലാൽ സ്റ്റോക്ക് ആയിരിക്കണം, അല്ലെങ്കിൽ ഹലാൽ കംപ്ലൈൻ്റ് ആയിരിക്കണം. അതായത് ആൽക്കഹോൾ ബിസിനസ് ചെയ്യുന്നതായിരിക്കരുത്, ഗാംബ്ലിംഗ് ബിസിനസ് ചെയ്യാതിരിക്കരുത്, പോർക്കിൻ്റെ മീറ്റിൻ്റെ എക്സ്പോർട്ടോ ഇമ്പോർട്ടോ ചെയ്യുന്ന കമ്പനികളാവരുത്. ഇതൊക്കെ ഒരു എക്സാമ്പിൾസ് മാത്രമാണ്. അതേപോലെ നമ്മൾ മാർജിൻ ഉപയോഗിച്ച് നമ്മൾ സ്വിംഗ് ട്രേഡ് എടുക്കരുത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആ സ്വിംഗ് ട്രേഡ് ഹലാൽ അല്ലാതെ അല്ലെങ്കിൽ ശരിയാ കംപ്ലൈൻ്റ് അല്ലാതെ മാറുമെന്നർത്ഥം. മൂന്നാമതായിട്ട് നമ്മുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്, നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ജെന്യൂൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ 3 കണ്ടീഷൻസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് ഈ സ്വിംഗ് ട്രേഡ് എന്ന് പറയുന്നത് ഗാംബ്ലിംഗ് കൂട്ടത്തിൽ വരില്ല, അല്ലെങ്കിൽ മൈസൂർ കൂട്ടത്തിൽ വരില്ല. അങ്ങനെ വരുമ്പോൾ ഇത് ഹലാൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ശരിയാ കംപ്ലൈൻറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറുമെന്നാണ് സ്കോളേഴ്സുള്ള പറഞ്ഞിട്ടുള്ള അറിവ്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ഹലാലാണോ? ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസും ഇൻട്രാഡേ പോലെ തന്നെയാണ്. നമ്മൾ റിയൽ അസറ്റിനെ ഓൺ ചെയ്യുന്നില്ല, പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ സ്പെക്കുലേറ്റ് ചെയ്തു വെക്കുന്നു. അതുകൊണ്ട് ഇത് ശരിയാ കംപ്ലൈൻസ് അല്ല. എന്തുകൊണ്ടാണത് പറയുന്നുള്ള പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. എക്സസീവ് ആയിട്ടുള്ള അൺസെർട്ടനിറ്റി ഉണ്ട്, അതിനെ ഖരാർ എന്നാണ് പറയുന്നത്. സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള ഒരു ഗാംബ്ലിംഗ് ബിഹേവിയർ അതിനകത്തുണ്ട്, അതിന് നമ്മൾ മൈസൂർ എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഒരു രീതിയിലുള്ള ഷെയറുകളും ഓൺ ചെയ്യുന്നില്ല, അസറ്റുകളും നമ്മൾ ഓൺ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സ്കോളേഴ്സിൻ്റെ അഭിപ്രായ പ്രകാരം F&O ട്രേഡ് എന്ന് പറയുന്നത് ഗാംബ്ലിംഗ് കൂട്ടത്തിൽ വരുന്നതുകൊണ്ടും ഈ 3 കണ്ടീഷൻസ് ഫോളോ ചെയ്യാത്തതുകൊണ്ടും അത് ശരിയാ കംപ്ലൈൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ല, അല്ലെങ്കിൽ ശരിയാ കംപ്ലൈൻറ്റ് ബിസിനസ് അല്ല എന്ന് ചുരുക്കം. മ്യൂച്വൽ ഫണ്ടുകളിൽ 4 മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് ശരിയാ കംപ്ലൈൻസ് ആയിട്ട് NSEയുടെ താസിസ് എന്ന് പറയുന്ന ഒരു ബോഡി NSEയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ശരിയാ കംപ്ലൈൻറ്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്നൊരു ബോഡിയാണ്. അതേപോലെ ഓരോ മ്യൂച്വൽ ഫണ്ട് ഹൗസിനും മ്യൂച്വൽ ഫണ്ട് കമ്പനിക്കും ഒരു ശരിയാ ബോഡി ഉണ്ട്. ആ ശരിയാ ബോഡി സർട്ടിഫൈ ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വരുന്നത് ടാറ്റ എത്തിക്കൽ ഫണ്ട്. ഈ ഫണ്ട് ഏറ്റവും നല്ലതാണെന്ന് അഭിപ്രായമില്ല, ഞാൻ ഇതിൻ്റെ ലിസ്റ്റ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ടോറസ് എത്തിക്കൽ ഫണ്ട്, ക്വാണ്ടം എത്തിക്കൽ ഫണ്ട്, ദ വെൽത്ത് കമ്പനി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2025 ഒക്ടോബറിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പുതിയ ഫണ്ടാണ്. അപ്പോൾ ഇതിലെ പെർഫോമൻസ് എല്ലാം നോക്കി, ഇതിൻ്റെ മറ്റ് ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് എല്ലാം നോക്കിയിട്ട് ഇതിലെ നല്ല ഇൻവെസ്റ്റ്മെൻറ്റുകൾ മുസ്ലിം സഹോദരങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ ഇതിൽ നല്ല ഫണ്ടുകൾ സെലക്ട് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പരിഗണിക്കാവുന്ന ഓപ്ഷൻസ് ആണ്. നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഈ ശരിയാ കംപ്ലൈൻറ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ കണക്ട് ചെയ്യാം, എനിക്ക് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇനി ETF-ലോട്ട് വരാം. ETF വരുന്ന നിപ്പോൺ ഇന്ത്യയുടെ ശരിയാ ബീസ് എന്ന് പറയുന്ന ETF-ൽ നമുക്ക് ഹലാൽ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ 4 എണ്ണവും ETF-ൽ 1 എണ്ണം ഉണ്ട്. ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് വേണം. ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. NRIs ആണെങ്കിൽ NRI ഡിമാറ്റ് അക്കൗണ്ട് വേണം. റെസിഡന്റ് ഓഫ് ഇന്ത്യൻ ആണെങ്കിൽ റെസിഡന്റ് ഓഫ് ഡിമാറ്റ് അക്കൗണ്ട് മതി. ബാങ്ക് NRI ആയതുകൊണ്ട് ഡിമാറ്റ് ആവണം എന്നില്ല. അതുകൊണ്ട് NRI ഡിമാറ്റ് അക്കൗണ്ട് തന്നെ ഫെമ റൂളിൻ്റെ വയലേഷൻ വരാതിരിക്കാൻ, ഫൈൻ വരാതിരിക്കണമെങ്കിൽ NRI ഡിമാറ്റ് അക്കൗണ്ട് തന്നെ NRIs കീപ്പ് ചെയ്യണം. NRIസിന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും വളരെ വലിയൊരു ബുദ്ധിമുട്ടാണ് ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം അറ്റസ്റ്റ് ചെയ്യണം, ഇന്ത്യയിലോട്ട് അയക്കണം, അങ്ങനെ ഒന്നുമില്ല. വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റുപ്പി ഫ്ലോ എന്ന് പറയുന്ന നമ്മുടെ പാർട്ട്ണറുമായിട്ട് ഇവരെ DHL കൊറിയറായിട്ട് ടൈപ്പ് ഉണ്ട്. നിങ്ങളുടെ വീട്ടിൽ വന്ന് ഈ ഡോക്യുമെൻ്റ് എടുക്കും. ഇതിൻ്റെ ഈ പോസ്റ്റൽ ചാർജ് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. നിങ്ങൾ ഒരു രീതിയിലുള്ള അറ്റസ്റ്റേഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ എല്ലാം നിങ്ങളുടെ മൊബൈൽ ആപ്പ് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പ് വഴിയോ നിങ്ങൾ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഫില്ല് ചെയ്ത് റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് എല്ലാം ഡിജിറ്റലി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് വെയിറ്റ് ചെയ്താൽ മതി. നിങ്ങളെ വീട്ടിൽ വന്ന് കൊറിയറുടെ ആൾ വന്ന് കളക്ട് ചെയ്ത് ഇന്ത്യൻ ഓഫീസിൽ എത്തിച്ചോളൂ. അറ്റസ്റ്റേഷൻ ആവശ്യമുണ്ടെങ്കിൽ അതും ഓൺ യുവർ ബിഹാഫ് അത് ചെയ്തോളൂ. അതിൽ ഒരു രീതിയിലുള്ള ചാർജില്ല, പോസ്റ്റൽ ചാർജ് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. NRIs ആവുന്നവരെ NRI ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാതിരിക്കരുത്. റെസിഡൻറ്റ് ഡിമാറ്റ് അക്കൗണ്ട് കീപ്പ് ചെയ്യാൻ പാടില്ല, അത് ഇല്ലീഗലാണ് എന്നോർക്കുക. നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. ഇനി
ഈ NSEയിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു ശരിയ കംപ്ലയിൻസ് ബോഡി ഉണ്ട്. ആ ബോഡിയെ പറയുന്ന പേരാണ് താസിസ് എന്നുള്ളത്. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് തെക്വ അഡ്വൈസറി ആൻഡ് ശരിയ ഇൻവെസ്റ്റ്മെൻറ്റ് സൊല്യൂഷൻ എന്നാണ്. ഈ ബോഡിയുടെ അണ്ടറിൽ വരുന്ന ഒരു കൂട്ടം ആളുകൾ അനലൈസ് ചെയ്തിട്ടാണ് ഏതൊക്കെ സ്റ്റോക്കുകളാണ് ശരിയ കംപ്ലൈൻ്റ് ആയിട്ടുള്ളത്, ഏതൊക്കെ സ്റ്റോക്കുകളാണ് ശരിയ കംപ്ലൈൻ്റ് അല്ലാത്തത് എന്നുള്ള തീരുമാനം എടുക്കുന്ന NSEയുടെ ബോഡിയാണ്. ഇത് സ്റ്റോക്കിന് മാത്രമേ ഉള്ളൂ. മ്യൂച്വൽ ഫണ്ട് കമ്പനിക്ക് അതാത് കമ്പനികൾക്ക് അതാത് ശരിയ ബോഡികൾ അവർക്ക് അണ്ടറിൽ ഉണ്ടായിരിക്കും. ഇനി ഒരു സ്റ്റോക്ക് ഹലാലാണോ അല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്ന എങ്ങനെ, അല്ലെങ്കിൽ ശരിയ ബോഡി എങ്ങനെയാണ്, ഈ ശരിയ സ്കോളേഴ്സ് എങ്ങനെയാണ് ഇതിനെ തീരുമാനിക്കുന്നത്? അവർ പ്രധാനപ്പെട്ടുള്ള 4 കണ്ടീഷൻസ് ആണ് നോക്കുന്നത്. ഒന്നാമത്തത് അതിൻ്റെ ബിസിനസ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കുന്നു. ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് ആണ് അത് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ബിസിനസ് മോട്ടീവ്? അത് ആൽക്കഹോൾ ബിസിനസ് ആണോ ചെയ്യുന്നത്, ഗാംബ്ലിംഗ് ആണോ ചെയ്യുന്നത്? അപ്പോൾ അങ്ങനെയുള്ളത് ഹലാൽ രീതിയിൽ വരില്ല എന്നർത്ഥം. ഇനി രണ്ടാമത്തത് ആ കമ്പനിയുടെ ഡെപ്റ്റ് റേഷ്യോ, കടം എത്രത്തോളം ഉണ്ട് നോക്കുന്നു. 33% കുറവായിരിക്കണം അതിൻ്റെ കടം. അങ്ങനെയാണെങ്കിൽ അത് ഹലാൽ സർട്ടിഫിക്കേഷനിൽ വരുള്ളൂ എന്നർത്ഥം. ഇനി അടുത്തത് ഇൻട്രസ്റ്റ് ഇൻകം ആൻഡ് ലിക്വിഡിറ്റി എന്ന് പറയുന്നു. അതായത് അതിൻ്റെ ഇൻട്രസ്റ്റ് ഇൻകം പ്ലസ് ക്യാഷ് ആൻഡ് റെസീവബിൾസ് എന്ന് പറയും. അത് 33%, അതിൻ്റെ ടോട്ടൽ അസറ്റിന് 33% കുറവായിരിക്കണം. ഇത് ശരിയാ ബോഡി ചെക്ക് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. നാലാമതായിട്ട് പ്യൂരിഫിക്കേഷൻ ഓഫ് ഇൻകം. ഇതിന് ഏതെങ്കിലും രീതിയിലുള്ള ഹറാമിൽ ആയിട്ടുള്ള ഒരു വരുമാനം വന്നു കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് ചാരിറ്റിക്ക് ഡിസ്പോസ് ചെയ്ത് കൊടുക്കണം. അവരത് കയ്യിൽ വെക്കാൻ പാടില്ല, വളരെ പെട്ടെന്ന് അത് ഒഴിവാക്കണം. അപ്പം ഇങ്ങനെയാണ് ഒരു കമ്പനി വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ കമ്പനി ശരിയ കംപ്ലൈൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. അത് താസിസ് എന്ന് പറയുന്ന NSEയുടെ അണ്ടറിൽ വരുന്ന ബോഡിയാണ് ഈ സർട്ടിഫിക്കേഷൻ ഈ കമ്പനിക്ക് കൊടുക്കുന്നത് എന്നർത്ഥം. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, താസിസ് എന്ന് പറയുന്നത് NSEക്ക് അണ്ടറിൽ വരുന്ന ബോഡിയാണ്. ഇതുപോലെ ലോകത്തിൽ ഒരുപാട് ശരിയ കംപ്ലൈൻസ് ബോഡികളുണ്ട്. അങ്ങനെ ശരിയ കംപ്ലൈൻസ് ബോഡി അനുസരിച്ചിട്ട് നമുക്ക് ചില സ്റ്റോക്കുകൾ ഹലാലാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് സോയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ്. സോയ ആപ്പിൽ എങ്ങനെയാണ് ഒരു സ്റ്റോക്ക് ഹലാലാണെന്ന് കാണുന്നത് നോക്കാം. ഇപ്പോൾ എൻ്റെ സ്ക്രീനിൽ കാണുന്ന പോലെ ഞാൻ സോയൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഗ്രീൻ കളറിൽ കാണുന്നത്, ഞാൻ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിന് താഴെ ആയിട്ട് സെർച്ച് ബട്ടൺ ഉണ്ട്. ആ സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ഏത് സ്റ്റോക്കാണോ വേണ്ടത് അതിൻ്റെ പേര് നമ്മളിവിടെ അടിക്കുക. ഇപ്പോൾ ഞാനൊരു ഹലാലായിട്ടുള്ള സ്റ്റോക്കാണ് ഇൻഫോസിസിൻ്റെ ഷെയർ, IT കമ്പനി, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇൻഫി IB അല്ലെങ്കിൽ ഇൻഫോസിസ് ലിമിറ്റഡ്. ഇപ്പോൾ ഇത് അടിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത് കംപ്ലൈൻ്റ് ആണ്, അതായത് ഇത് ഹലാലാണ്, ശരിയായ കംപ്ലൈൻ്റ് ആണെന്നുള്ളത്. ഇപ്പോൾ ഇതിൽ രണ്ടാമത്തെ ഓപ്ഷൻ BSE, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ സ്റ്റോക്കിൻ്റെ ഷെയർ പ്രൈസ് ഇവിടെ കാണിക്കും, അതിൻ്റെ ചാർട്ട് മറ്റു കാര്യങ്ങൾ കാണിക്കും. 1352 രൂപയാണ് ഒരു ഷെയറിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു. ഇനി ഇത് ശരിയാ കംപ്ലൈൻസ് ആണെന്ന് പറയുന്ന ഇതിലുള്ള അതോറിറ്റി എന്ന് പറയുന്നത് AAOIFI എന്ന് പറയുന്ന ഒരു അതോറിറ്റി, ഡോ ജോൺസ് ഇസ്ലാമിക്, അത് അമേരിക്കൻ ബേസ്ഡ് ആണ്, മോർഗൻ സ്റ്റാൻലി ക്യാപിറ്റൽ ഇന്റർനാഷണൽ, MSCI ഇസ്ലാമിക്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ അതോറിറ്റികളും ഇത് കംപ്ലൈൻസ് ആണോ എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രോ വേർഷൻസ് വേണമെങ്കിൽ നമുക്ക് ക്യാഷ് കൊടുത്തിട്ട് എടുക്കാം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് വളരെ ബേസിക് ആയിട്ട് ഇതിൽ നിന്ന് തന്നെ അറിയാനായിട്ട് പറ്റും. ഈ ഫ്രീ വേർഷൻ തന്നെ നമുക്ക് യൂസ് ചെയ്താൽ നോക്കാവുന്നതാണ്. അപ്പോൾ ഇൻഫോസിസ് എന്ന് പറയുന്നത് ഒരു ശരിയാ കംപ്ലൈൻസ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണെന്ന് അർത്ഥം. ഇനി നമുക്ക് ശരിയാ കംപ്ലൈൻസ് അല്ലാത്തൊരു സ്റ്റോക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യുണൈറ്റഡ് സ്പിരിറ്റ് എന്ന് പറയുന്ന കമ്പനി ആൽക്കഹോൾ ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ നമ്മുടെ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇറ്റ് ഈസ് നോൺ കംപ്ലൈൻറ്റ്, അതായത് ഇത് ശരിയാ കംപ്ലൈൻസ് ചെയ്യുന്നില്ല എന്നുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ബിസിനസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ തന്നെ കാണാൻ പറ്റുന്നുണ്ട് ഇത് നോൺ കംപ്ലൈൻസ് ആണ്, അതായത് ശരിയാ സ്റ്റോക്ക് അല്ല എന്നർത്ഥം. ഇനി നമ്മൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് യുണൈറ്റഡ് സ്പിരിറ്റ് ലിമിറ്റഡ് ഈസ് എ പ്രോമിനന്റ് ലെയർ ഇൻ ദ ആൽക്കഹോളിക് ബിവറേജസ് സെക്ടർ എന്ന് പറഞ്ഞ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഹലാലായ സ്റ്റോക്ക് ആണോ അല്ലേ എന്നുള്ളത്, നമുക്കൊരു സ്റ്റോക്കിൻ്റെ പേര് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. ഇതിലൂടെ നമ്മൾ ബൈ ചെയ്യണമെന്നില്ല, നമുക്ക് നോർമലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിമാറ്റ് അക്കൗണ്ടുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലത്തെ ചെയ്യാം. ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും. ഇനി ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും ഈ പറഞ്ഞ സ്വിംഗ് ട്രേഡ് ആണെങ്കിലും എന്താണെങ്കിലും ഇതിൽ കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്, നമ്മുടെ അസറ്റിന് നമ്മൾ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്.
അപ്പോൾ നമ്മുടെ ടോട്ടൽ അസറ്റ് എന്താണോ അതിൻ്റെ 2.5% സക്കാത്തായിട്ട് വരുന്നത്. പക്ഷേ ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ 2025 നിങ്ങൾ റമദാൻ 1 നിങ്ങളുടെ കയ്യിൽ 5 ലക്ഷത്തിൻ്റെ ഷെയർ ഉണ്ട് എന്ന് വിചാരിക്കുക. ഇനി 2026 റമദാൻ 1 ആയപ്പോൾ ആ സ്റ്റോക്ക് ഷെയർ വളർന്നു 7 ലക്ഷം രൂപയായി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ 7 ലക്ഷത്തിൻ്റെ സക്കാത്ത് എന്ന് പറയുമ്പോൾ 2.5% കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 17,500 രൂപ നമ്മൾ സക്കാത്തായിട്ട് കൊടുക്കണം. അപ്പോൾ ഒരു വർഷം നോർമലി ഒരു വർഷത്തിലാണ് നമ്മൾ സക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ടോട്ടൽ അസറ്റ് നോക്കുക, അതിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങൾ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റുകൾ ഉണ്ടെങ്കിലും, ഇപ്പം റിയൽ എസ്റ്റേറ്റ് ആയിരിക്കാം, മറ്റു രീതിയിലുള്ള ബിസിനസ് ആയിരിക്കാം, നിങ്ങളുടെ ജോലിയിൽ നിന്നുള്ള വരുമാനമായിരിക്കും, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുക, ടോട്ടലായിട്ട് കൂട്ടുക, അതിൻ്റെ 2.5%. ഇൻവെസ്റ്റ്മെൻറ്റും അതേപോലെ തന്നെയാണ്. സ്റ്റോക്ക് മാർക്കറ്റ് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ട് എത്രയാണോ ഹോൾഡിങ്സ് കാണിക്കുന്നത്, നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ആവാം, ETF ആവാം, ഷെയർസ് ആവാം, അൺലിസ്റ്റഡ് ഷെയർസ് ആവാം, നിങ്ങളുടെ മറ്റ് രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആവാം, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ 2.5% കാൽക്കുലേറ്റ് ചെയ്യുക. അതായിരിക്കണം നമ്മുടെ സക്കാത്ത് എമൗണ്ട് എന്ന് പറയുന്നത്. ഷെയർസ് വാങ്ങിക്കാനും ETF വാങ്ങിക്കാനും മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കാനും എല്ലാം തന്നെ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ടിന് ആവശ്യമുണ്ട്. ഞാൻ ഡിമാറ്റ് അക്കൗണ്ട് നേരത്തെ പറഞ്ഞ പോലെ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് വീട്ടിൽ നിന്ന് ഫോണിൽ കൂടെ തന്നെ ചെയ്യാം. NRIസിന് അവിടെ ഇരുന്ന് തന്നെ ചെയ്യാം. നിങ്ങൾ വീട്ടിൽ വന്ന് ഡോക്യുമെൻറ്റ്സ് പിക്ക് ചെയ്ത് കൊണ്ടുപോയിക്കോളൂ. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും അവിടെ ഉണ്ടാവില്ല. എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പറും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിലും കണക്ട് ചെയ്തിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ട് വെച്ച് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആണ്. ഒരിക്കലും ഒരു കോൺട്രവേഴ്സി ആയിട്ട് ഈ വീഡിയോ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് നല്ല അറിവുകൾ ഷെയർ ചെയ്യാനുള്ള ഒരു ഇൻഫർമേഷൻ ആയിരിക്കണം ഈ വീഡിയോയിൽ വരേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ അറിവ്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ ഷെയർ ചെയ്യുക. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇത് നല്ല ഒരു അറിവായിരിക്കട്ടെ. എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്കും ഇത് വളരെ യൂസ്ഫുൾ ആകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ആഴ്ച നമുക്ക് മറ്റു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.